ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്റർ നിങ്ങൾ വളരെ പെട്ടെന്നൊക്കെ ഫിനിഷ് ചെയ്യാവുന്ന ചാപ്റ്റർ ആണ്. ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്റർ മാത്രമല്ല, ബയോളജി തന്നെ വിത്തിൻ 1 month you can finish all first year and second year. Then അത് കാരണം നിങ്ങൾ +1 +2 ഒക്കെ പഠിച്ച ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ പോലും ആവശ്യം വരുന്നില്ല. യു ക്യാൻ സ്റ്റാർട്ട് റിവൈസിങ്. അപ്പം എത്ര പെട്ടെന്ന് 1.5-2 monthsനകത്ത് തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രിയിലെയും അതുപോലെ ബയോളജിയിലെയും കംപ്ലീറ്റ് തിയറി പോർഷൻസ് തീർത്ത് യു ക്യാൻ മൂവ് ഇൻ ടു റിവിഷൻസ് അലോങ് വിത്ത് നിങ്ങൾക്ക് അതിന്റെ ഫിസിക്കൽ കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും പ്രോബ്ലംസ് കൂടി സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ 650 ഒക്കെ പുഷ്പം പോലെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക്. നിങ്ങൾ മനസ്സിലാക്കുക, തിയറി പെട്ടെന്ന് അങ്ങോട്ട് വായിച്ചു തീർക്കുക. ദെൻ അതിലെ വായിച്ചു തീർക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ നിൽക്കണം, അതിലെ പോയിന്റുകളെല്ലാം നമ്മൾ കവർ ചെയ്തും ഇരിക്കണം. ദെൻ ബാക്കി ടൈം യു സ്പെൻഡ് ഫോർ ഫിസിക്സ് chapters and physical chemistry problem related chapters. So living world നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. സോ ഏണസ്റ്റ് മേയർ ഡാ എന്നാണ് നമ്മുടെ കോഡ്. ഈ ഒറ്റ കോഡ് മതി. ഇതിനകത്ത് ഞാൻ റെഡ് എടുക്കാം. അപ്പോൾ ഏണസ്റ്റ് മേയർ ഇങ്ങനെ എഴുതണം. ഇ ക്യാപിറ്റൽ, എസ് ക്യാപിറ്റൽ, ടി ക്യാപിറ്റൽ, മേയർ ഡാ എന്ന് പറയുമ്പോൾ DHA. 1904 to 2005 ആണ് ലൈഫ് സ്പാൻ. അപ്പം നിങ്ങൾക്ക് NCERT-യിൽ 1904 to 2004 എന്നായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഫ്രം മൈ സെർച്ച് ഞാൻ ഒരുപാട് അത് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചത് 1904 to 2005 ആണ്. സോ ഓൾമോസ്റ്റ് 100 years ആണ് പുള്ളിയുടെ ലൈഫ് സ്പാൻ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം. എന്ന് പറയുമ്പോൾ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ്. എവല്യൂഷനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ എവല്യൂഷനെ കുറിച്ച് പഠിച്ചാൽ, എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ഉണ്ടാവുന്നതിനെ കുറിച്ചല്ലേ. അപ്പോൾ സ്പീഷീസിന്റെ ഡെഫിനിഷനും എന്തായാലും പറയുമല്ലോ. അപ്പം പുള്ളിയാണ് സ്പീഷീസിന്റെ കറന്റ് ആക്സെപ്റ്റഡ് ഡെഫിനിഷൻ പറഞ്ഞത്. അങ്ങനെ അപ്പം ട്രിപ്പിൾ ക്രൗൺ ലഭിച്ചു. അപ്പം ടി എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ക്രൗൺ ലഭിച്ച ആളാണ്. ട്രിപ്പിൾ ക്രൗൺ എന്ന് പറഞ്ഞാൽ ബയോളജിയിൽ 3 പ്രൈസുകൾ ഒരുമിച്ച് കിട്ടിയ ആളാണ്. ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ബയോളജി CL ആണ്. ദെൻ ക്രാഫോർഡ് പ്രൈസ് ആൻഡ് ബാൽസൺ പ്രൈസ്. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ഡാർവിൻ ഓഫ് 20th century ആണ്. എവല്യൂഷനെ കുറിച്ച് പഠിച്ചാൽ പിന്നെ എന്തായാലും ഡാർവിൻ ആകുമല്ലോ. സോ ഡാർവിൻ ഓഫ് 20th century. എച്ച് എന്ന് പറഞ്ഞാൽ ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്തത്. ദെൻ അതുപോലെ തന്നെ പുള്ളിയുടെ ടൈറ്റിലാണ് അലക്സാണ്ടർ അഗാസിസ് പ്രൊഫസർ ഓഫ് സുവോളജി എമിറിറ്റസ്. അപ്പം ഏണസ്റ്റ് മേയർ ഡാ 1904 to 2005. ഇത് ഇവിടെ ഒരു ഓൾമോസ്റ്റ് 100 years ആണ് ലൈഫ് സ്പാൻ. അപ്പം ഈ 100 എന്ന് പറയുമ്പോൾ മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട്. പുള്ളി വൺ ഓഫ് ദി 100 ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് ഓഫ് ദി വേൾഡ് ആണ്. ലോകത്തറിയപ്പെട്ട മഹത്തായ സംഭാവന നൽകിയ 100 ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ഏണസ്റ്റ് മേയർ. അടുത്തതിലോട്ട് വരുമ്പം ഭൂമിയിൽ ഒരുപാട് മില്യൺ കണക്കിന് ജീവികളുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്ന ഡിസ്ക്രൈബ് ചെയ്ത സ്പീഷീസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സും അനിമൽ എല്ലാം കൂടി 1.7 to 1.8 മില്യൺ സ്പീഷീസ് ആണ്. അപ്പം 17 ലക്ഷം മുതൽ 18 ലക്ഷം വരെ ജീവികൾ. അപ്പൊ ഇതിനെല്ലാം പേരിടണം, നോമൻക്ലേച്ചർ. അപ്പം ഒരു ജീവിക്ക് 2 പേരുകൾ ചേർത്തിട്ടുള്ള പേരാണ് സയന്റിഫിക് നെയിം. നമ്മളറിയാം ഹോമോ സാപ്പിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഹോമോ ഒരു നെയിം, സാപ്പിയൻസ് മറ്റൊരു നെയിം. അപ്പം ഇതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇത് കൊണ്ടുവന്നത് നമ്മുടെ കരോലസ് ലിനേയസ് ആണ്. അങ്ങനെ പേരിട്ടാൽ മാത്രം മതിയോ? പേരിട്ട ജീവിയെ കുറിച്ച് നമ്മൾ ഐഡന്റിഫിക്കേഷൻ, നമ്മൾ അതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം, ഡിസ്ക്രൈബ് ചെയ്യണം. സോ ഏത് ജീവിക്കാണ് നമ്മൾ പേരിട്ടതെന്ന് നമ്മൾ അറിയണം. ടു വിച്ച് ഓർഗാനിസം ദ നെയിം ഈസ് അറ്റാച്ച്ഡ് ടു. ആ ഒരു സംഭവമാണ് ഐഡന്റിഫിക്കേഷൻ. പിന്നെ പേരിടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോഡുകളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൃഗങ്ങൾക്ക്, പ്ലാന്റിന് പേരിടുന്നത് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറിലെ കോഡുകൾ വെച്ചിട്ടാണ്. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അനിമൽസിന് ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ആ കോഡുകൾ വെച്ചിട്ടാണ്. ദെൻ ഞാനിവിടെ ഇതിനകത്ത് മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാനിവിടെ ഇത് ഇറ്റാലിക്സിൽ ഇവിടെ പ്രിന്റ് ചെയ്തിട്ട് കൂടി ഞാൻ ഇറ്റാലിക്സിലല്ല എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊരു സയന്റിഫിക് നെയിമാണ്, മാഞ്ചിഫറ ഇൻഡിക്ക. അപ്പം നമ്മുടെ മാംഗോ, അപ്പം മാംഗോ അതിനകത്ത് മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുമ്പം മാഞ്ചിഫറയാണ് ഇവിടെ ജീനസ് നെയിം, ഇൻഡിക്ക ഇവിടെ സ്പീഷ്യസ് നെയിമാണ്. ഓദർ, അതെ, ഓദറിന്റെ നെയിം കണ്ടുപിടിച്ച ആള്, ഓദറിന്റെ നെയിം ലിനേയസ്. അപ്പം ഈ പേര്, അപ്പം ലിനേയസ് എന്ന് പറയുന്നതിന്റെ ചുരുക്കിയിട്ട് നമ്മൾ ലിൻ എന്ന് എഴുതാം. അതിനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് എഴുതാൻ കുഴപ്പമില്ല. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ എല്ലാം എഴുതേണ്ടിയിരുന്നത്, നമ്മൾ എങ്ങനെയാണ് മാഞ്ചിഫറ ഇൻഡിക്ക എഴുതേണ്ടിയിരുന്നത്? ഇറ്റാലിക്സിലാണ്. ഓക്കെ. ഇനി കഴിവുകൊണ്ട് എഴുതുകയാണെങ്കിൽ, ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ മാഞ്ചിഫറ സെപ്പറേറ്റും ഇൻഡിക്ക സെപ്പറേറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അണ്ടർലൈൻ ചെയ്യാം. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇപ്പം ഈ മാഞ്ചിഫറ ഇതൊരു ജീനസ് നെയിം ആണല്ലോ. മാഞ്ചിഫറ എന്താണ്? മാഞ്ചിഫറ ജീനസ് നെയിമാണ്. ഇത് നമുക്ക് എം ഇവിടെ ക്യാപിറ്റലാണ്. ഇനി സ്പീഷ്യസ് നെയിം ഐ എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. അപ്പം അത് നിങ്ങൾ ഓർത്ത് വെക്കണം. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഈ ജീവികൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ കുറച്ച് ബേസിക്
അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവികളെ എക്സ്റ്റേണൽ ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ നോക്കണം, ഓരോ സെല്ലിന്റെയും ഒക്കെ ഘടനകൾ നോക്കണം, അങ്ങനെ ജീവികളുടെ ഡെവലപ്മെന്റ് പ്രോസസ്സ് അത് നോക്കണം, ഇക്കോളജിക്കൽ ജീവികളെ കുറിച്ചുള്ള ഇക്കോളജിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷന്റെ ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ എക്സ്റ്റേണലി ഇന്റേണലി ഒക്കെ ഇങ്ങനെ സ്ട്രക്ചർ നോക്കിയിട്ട് ദെൻ സ്ട്രക്ചർ ഓഫ് സെല്ല്, ഓരോ സെല്ലിന്റെയും സ്ട്രക്ചർ നോക്കി ദെൻ ഡെവലപ്മെന്റ് പ്രോസസ്സ് നോക്കി അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇക്കോളജിക്കൽ ഇൻഫർമേഷൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനെ കോഡ് വരയ്ക്കേണ്ടത്. ഞാൻ വെറുതെ ഇങ്ങനെ വരച്ചാട്ടോ. നമ്മൾ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ ടാക്സോണമി, നമ്മൾ ജീവികളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ ഓരോ കാറ്റഗറി ആക്കുന്നതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ടാക്സോണമി. അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കത് കോഡാക്കിയിട്ട് തന്നെ പഠിക്കുക. നമ്മൾ ഒരാളെ സ്വഭാവം നോക്കി, ക്യാരക്ടറൈസേഷൻ, എന്നിട്ട് എന്ത് ചെയ്തു, തിരിച്ചറിഞ്ഞു, ഐഡന്റിഫിക്കേഷൻ, അങ്ങനെ അയാളെ നമ്മൾ ക്ലാസ്സിലിരുത്തി, ക്ലാസിഫിക്കേഷൻ, എന്നിട്ട് പേര് ചോദിച്ചു. സ്വഭാവം നോക്കി, തിരിച്ചറിഞ്ഞു, ക്ലാസ്സിലിരുത്തി, പേര് ചോദിച്ചു. അപ്പം പ്രോസസ്സസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ടാക്സോണമി ആയി. ഇനി സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാല് ജീവികളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതോടൊപ്പം ജീവികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടി പഠിക്കുന്നതാണ്. ഈ സിസ്റ്റമാറ്റിക്സ് അതിനകത്ത് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത് സിസ്റ്റമാറ്റിക്സ് എന്നാക്കി എഴുതുമ്പോൾ നമുക്കതിലെ ഒരു സിസ്റ്റമ നാച്ചുറേ എന്നൊരു ബുക്കിലാണ് ഇതിനെക്കുറിച്ച് ലിനേഴ്സ് പറയുന്നത്. അപ്പൊ ലിനേഴ്സിന്റെ ബുക്കാണ് സിസ്റ്റമ നാച്ചുറേ. സിസ്റ്റമാറ്റിക്സ് എന്ന് എഴുതിയാൽ അത് അതിനകത്ത് നമുക്ക് കോഡായിട്ട് കിട്ടും. അപ്പം സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇതിനകത്ത് ജീവികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പോൾ സിസ്റ്റമാറ്റിക്സ് ഇൻക്ലൂഡ് ഫൈലോജനി. അപ്പൊ അത് ഓർത്ത് വെക്കുക. ദെൻ ഹയറാർക്കി, അപ്പൊ സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നമ്മുടെ അതിനകത്ത് നമ്മൾ ഇനി ഏതെങ്കിലും വഴിക്ക് ഇത് ഈ ഒരു രീതിയിൽ ഇത് കൺഫ്യൂഷൻ ആയി പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക. സ്പെഷ്യൽ ഗ്ലാസ് ഫോർ ഓറഞ്ച് കളേർഡ് പൈനാപ്പിൾ ആൻഡ് കിവി. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പീഷ്യസ്, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ജീനസ്, ഫോർ എന്ന് പറഞ്ഞാൽ എഫ് ഫാമിലി, ഓ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഓർഡർ, കളേർഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ്, പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ഫൈലം അനിമൽസ് ആണെങ്കിൽ ഫൈലം, പ്ലാന്റ് ആണെങ്കിൽ ഡിവിഷൻ, കിവി എന്ന് പറഞ്ഞാൽ കിങ്ഡം. അപ്പം അത് അങ്ങനെ സ്പെഷ്യൽ ഗ്ലാസ് ഫോർ ഓറഞ്ച് കളേർഡ് പൈനാപ്പിൾ ആൻഡ് കിവി. ഇതിൽ ചോദിക്കാം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാറ്റഗറി തിരിക്കുന്നതിന് നമ്മൾ ഇതിനെ ഹൈറാർക്കി. അപ്പം ഇതിനകത്ത് ഈ ഹൈറാർക്കിയിൽ ഏറ്റവും ലോവസ്റ്റ് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഇതിനകത്ത് ഓരോന്നിനെയും നമ്മൾ ടാക്സോൺ എന്നാണ് വിളിക്കുക, ഓരോ ടാക്സോണുകൾ. ദെൻ ഇതിനകത്ത് ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിങ്ഡം ആണ്. അപ്പം ഇനി നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, സ്പീഷീസിന് കുറച്ച് എക്സാമ്പിളുകളാണ് ഇവിടെ. ടൈഗർ, ടൈഗ്രിസ്, ലിയോ നമ്മുടെ ലയൺ, ദെൻ പാഡസ് നമ്മുടെ ലിയോപാഡ്, അപ്പം പുലിയൊക്കെ വരുന്ന. അപ്പം അതിനകത്ത് ഇവരെല്ലാം വരുന്നത് ജീനസ് പാന്തറയാണ്. പിന്നെ നമ്മുടെ പൂച്ചയുടെ കാറ്റ്സിന്റെ ജീനസ് ആണ് ഫെലിസ്. അപ്പം പൂച്ചയുടെ ജീനസ് ഫെലിസും സിംഹത്തിന്റെയും കടുവയുടെയും പുലിയുടെ ഒക്കെ ജീനസ് പാന്തറയും ചേർന്ന് അവരുടെ കുടുംബം ഫെലിഡയാണ്. അപ്പം സിംഹവും പൂച്ചയും ഒക്കെ ഒരു കുടുംബത്തിലാണ്, ഫെലിഡെ കുടുംബത്തിൽ. പക്ഷെ നായ വേറെ കുടുംബമാണ്, കനിഡെ. പക്ഷേ ഇവര് രണ്ടും കൂടി ചേർന്നാല് ഇവരെല്ലാം മാംസം ഭക്ഷിക്കുന്നവരാണ്, നായ ആയാലും പൂച്ചയായാലും എല്ലാം. ഇവരുടെ ഓർഡർ എന്ന് പറയുന്നത് കാർണിവോറ എന്ന് പറയുന്ന ഓർഡർ ആണ്. അപ്പം ഇവരുടെ ഓർഡർ നമ്മൾ പറഞ്ഞു, കാർണിവോറ എന്ന ഓർഡർ ആണ് ഫെലിഡയുടെയും അതുപോലെ കനിഡ ഫാമിലിയുടെയും. ദെൻ കാർണിവോറ എന്ന് പറയുമ്പോൾ മാംസം ഭക്ഷിക്കുന്ന. ഇനി മറ്റൊരു ഓർഡർ ആണ് കുരങ്ങുകളുടെ ഓർഡർ. അപ്പം മനുഷ്യനൊക്കെ വരുന്ന ഗൊറില്ല, ചിമ്പാൻസി, ഗിബൺ ഒക്കെ വരുന്ന, മങ്കിയൊക്കെ വരുന്ന ആ ഒരു ഓർഡർ. അപ്പം അവരും മനുഷ്യരുടെ ആ ഒരു ഓർഡറും അതുപോലെ സിംഹങ്ങളുടെ ഓർഡറും ഒക്കെ വരുന്നത് ഉൾപ്പെടുന്ന ഒരു ക്ലാസ് ആണ് മമാലിയ. അപ്പം ഇവരെല്ലാം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതാണ്, മാമറി ഗ്ലാൻസ് ഉള്ള ജീവികളാണ്. സോ മാമൽസ് എന്നറിയപ്പെടും, ക്ലാസ് മമാലിയ. ഈ ക്ലാസ്സിന് വേറെ കുറച്ച് ക്ലാസ് ആണ്. ഫിഷിന് വേറെ ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ അംഫീബിയൻസിന് വേറെ ക്ലാസ് ഉണ്ട്, റെപ്റ്റൈൽസിന്, ബേർഡ്സിന് ഒക്കെ ക്ലാസ് ഉണ്ട്. അപ്പൊ അവരെല്ലാം കൂടി ചേർന്ന് മാമൽസിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മളത് ഫൈലം കോർഡേറ്റ എന്നാണ് വിളിക്കാൻ, ഓട്ടോകോഡുള്ള ജീവികൾ. ഇനി കോർഡേറ്റയുടെ കൂടെ ബാക്കി ഓൾ ഫൈലം, അനലിഡെ, ആർത്രോപോഡ് എല്ലാം വന്നാൽ അനിമൽ കിങ്ഡം. ഇതൊക്കെ വളരെ ഈസിയാണ്. ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഇവിടെ ട്യൂബറോസം, നമ്മുടെ പൊട്ടാറ്റോ, ഉരുളങ്കിഴങ്ങ്, സൊളാനം ട്യൂബറോസം, പിന്നെ നൈഗ്രം, അതുപോലെ സൊളാനം നൈഗ്രം, അതുപോലെ നമ്മുടെ വഴുതനങ്ങയുടെ സൊളാനം മെലോങ്കിന,
ഇതെല്ലാം വരുന്ന ജീനസ് സൊളാനോ. ഈ സൊളാനത്തിന്റെ കൂടെ മറ്റ് രണ്ട് ജീനസ് ആണ്, ഒന്ന് ഡെറ്റൂറ അതുപോലെ പെറ്റൂണിയ. അപ്പം ഇത് ഈ ജീനസ്, മൂന്ന് ജീനസും കൂടി ചേർന്ന ഫാമിലിയാണ് നമ്മുടെ സൊളനേഷ്യ. എന്താണ് സൊളനേഷ്യ? ക്ലിയർ അല്ലേ? അപ്പൊ SDP സൊളനേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് സൊഡാപ്പേഷ്യ എന്ന് ഓർത്താൽ മതി. സോഡാപ്പേ, സോഡാപ്പേ കണ്ടോ? സോ എന്ന് പറഞ്ഞാൽ സൊളാനം, ഡാ എന്ന് പറഞ്ഞാൽ ഡെറ്റൂറ, പേ എന്ന് പറഞ്ഞാൽ പെറ്റൂണിയ. സൊഡാപ്പേഷ്യ എന്ന് ഓർത്താൽ സൊളനേഷ്യക്ക് പകരം അത് ഓർത്താൽ എളുപ്പമായി. ദെൻ സൊളനേഷ്യയും രണ്ട് ഓ ഉള്ള കൺവൽവുലേഷ്യ, അവിടെ രണ്ട് ഓ ഉണ്ടല്ലോ. അപ്പോൾ ഈ പോളിമോണിയൽസിലും രണ്ട് ഓ ഉണ്ട്. കൺവൽവുലേഷ്യ ഏതിലാണ് വരുന്നത്? പോളിമോണിയൽസ്. കൺവൽവുലേഷ്യയും നമ്മുടെ സൊളനേഷ്യയും ഒക്കെ വരുന്ന ഓർഡറാണ് പോളിമോണിയൽസ്. പോളിമോണിയൽസിന്റെ ക്ലാസ് ആണ് ഡൈക്കോട്ടിലിഡനെ, രണ്ട് ഇതളുകളുള്ള സീഡ്സ് ഉള്ള ടൈപ്പ് പ്ലാന്റ്സ്. ദെൻ അതിന്റെ ഫൈലം അല്ല, ഡിവിഷൻ ആണ്. നമ്മളിവിടെ ഡിവിഷൻ ആണ് പ്ലാന്റിൽ പറയാ. അപ്പം അത് ആൻജിയോസ്പെർമം ഡിവിഷനിലാണ് വരുന്നത്. ദെൻ ഫൈനലി കിങ്ഡം പ്ലാന്റ്, പ്ലാന്റ് അല്ല പ്ലാന്റ്. പിന്നെ നമ്മുടെ അരിയും ഗോതമ്പൊക്കെ നമ്മൾ വരുന്നത് പോയൽസ് എന്ന ഓർഡറാണ്. ഏതാണ്? പോയൽസ്. അപ്പം ഇത് മോണോകോട്ടിലിഡനയിലാണ് വരുന്നത്. ഒരൊറ്റ സീഡിന് ഒരൊറ്റ ഇതളാണുള്ളത്, മോണോകോട്ടിലിഡേ. ദെൻ അത് വരുന്ന ഡിവിഷൻ ആൻജിയോസ്പെർം ആണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഫൈലം അനിമൽസിലും ഡിവിഷൻ പ്ലാന്റിലുമാണ്. അപ്പം ഫൈലം ഓർ ഡിവിഷൻ എന്നാണ് ഇവിടെ ഞാൻ എഴുതേണ്ടിയിരുന്നത്. ഇപ്പൊ പ്ലാന്റ് ആകുമ്പോൾ ഡിവിഷൻ ആണ് എഴുതേണ്ടിയിരുന്നത്. ഓക്കെ, ഇത് കിങ്ഡം പ്ലാന്റ്. നമ്മൾ അടുത്തതിലോട്ട് പോകാം. നമ്മൾ ജീവികളുടെ സയന്റിഫിക് നെയിം ആണ് പഠിക്കുന്നത്. മനുഷ്യൻ, ഹോമോ സാപ്പിയൻസ്. സാപ്പിയൻസ് പറഞ്ഞാൽ സ്പീഷ്യസ് നെയിം, ഹോമോ എന്ന് പറഞ്ഞാൽ ജീനസ് നെയിം. അപ്പൊ അതിനകത്ത് ഞാനൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഈ സാപ്പിയൻസ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ക്യാപിറ്റൽ എസ് ആക്കാൻ പാടില്ല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അതുപോലെ തന്നെ ഹോമിനിഡേ, ഇത് കണ്ടോ, ഇത് ഫാമിലിയാണ്. ഹോമിനിഡേ, ഓർഡർ പ്രൈമാറ്റ, ക്ലാസ് മാമൽസ്, ദെൻ ഫൈലം കോർഡേറ്റ. അപ്പൊ മനുഷ്യന്റെ ഒരു ഹൈറാർക്കി ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ കിങ്ഡം അനിമാലിയ. അപ്പം വീട്ടിൽ 2 വട്ടം പാസ്ത ഉണ്ടാക്കി. അപ്പൊ ഹോം 2 വട്ടം. അപ്പം ജീനസ് തൊട്ട് കോഡ് പഠിക്കാം. നമുക്കൊരു കോഡ് ആക്കിയിട്ട് പഠിച്ചാൽ ഏറ്റവും പെട്ടെന്ന് മാർക്കില്ല. അപ്പൊ വീട്ടിൽ 2 വട്ടം, അപ്പോൾ ഹോം 2 വട്ടം. ഹോമോയിലും വരുന്നുണ്ട്, ഹോമിനിഡയിലും വരുന്നുണ്ട്. പാസ്ത പ്രൈമേറ്റ. പിന്നെ മാമ, ആരാ പാസ്ത ഉണ്ടാക്കിയത്? മാമ, മാമൽസ്. ദെൻ ചോറും ഉണ്ടാക്കി, കോർഡേറ്റ്. പിന്നെ നമ്മൾ ഹൗസ് ഫ്ലൈ, മസ്ക ഡൊമസ്റ്റിക്ക, ഇതാണ് ഇതിന്റെ പേര്. ഡൊമസ്റ്റിക്ക ഇത് സ്പീഷ്യസ് നെയിമാണ്. അപ്പം മൂ എന്ന് 2 വട്ടം വരുന്നില്ലേ? അപ്പം 2 മുടിയുള്ള, മുടി, ഡിപ്തീറ, ഇൻസെക്ട്. 2 മുടിയുള്ള ഇൻസെക്ട് ഏതിലാണ്? ഏത് ഫൈലത്തിലാണ്? ആർത്രോപോഡയിലാണ്. അപ്പൊ 2 മുടി എന്ന് പറയുമ്പോൾ 2 വട്ടം മൂ വരുന്നുണ്ട്. മസ്ക ജീനസും മസിന്റെ ഫാമിലിയും. പിന്നെ ഡി എന്ന് പറയുമ്പോൾ ഡിപ്തീറ, ക്ലാസ് ഇൻസെക്ട, ഫൈലം ആർത്രോപോഡ. പിന്നെ ട്രിറ്റിക്കം ഈസ്റ്റിവം എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ ട്രിറ്റിക്കം ഈസ്റ്റിവം ആണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഈസ്റ്റിവം എന്ന് പറയുമ്പോൾ സ്പീഷ്യസ് നെയിം ആണ്. അപ്പം ഈ ട്രിറ്റിക്കം ആണ് ഇതിന്റെ ജീനസ് നെയിം. ദെൻ അപ്പൊ ട്രിപ്പ് പോയോ മോൻ അങ്ങോട്ട് എന്നോർത്താൽ മതി. ട്രീ, ട്രിപ്പ്, ട്രിപ്പ് എന്ന് പറയുമ്പോൾ പി ക്യാപിറ്റൽ ആകണം കേട്ടോ. അപ്പൊ ട്രീ എന്ന് പറയുമ്പോൾ ട്രിറ്റിക്കം, പി എന്ന് പറയുമ്പോൾ പോയേഷ്യ, ട്രിപ്പ് പോയോ പോയൽസ്, മോൻ മോണോകോട്ടിലിഡനെ, അങ്ങോട്ട് ആൻജിയോസ്പെർം. അപ്പം അത് ഫൈലം അല്ല, ഡിവിഷൻ ആണ്. പ്ലാന്റ് ആകുമ്പോൾ, അനിമൽ ആകുമ്പോഴാണ് ഫൈലം, ഫൈലം ഓർ ഡിവിഷൻ. ഇനി നമ്മൾ ഇതിനകത്ത് മാഞ്ചിഫറ ഇൻഡിക്ക, നമ്മുടെ മാംഗോ അതിനെ വിട്ടിട്ടുണ്ട്. മാഞ്ചിഫറ ഇൻഡിക്ക, എളുപ്പത്തിൽ മാങ്ങ തിന്ന അണ്ണാൻ സാഡ് ആയി. മാഞ്ചിഫറ ആണ് ജീനസ്. അപ്പൊ നമ്മൾ കോഡ് വരുന്ന ജീനസ് തൊട്ടാണ്. ഇൻഡിക്കയാണ് അതിന്റെ സ്പീഷ്യസ് നെയിം. ദെൻ മാങ്ങ മാഞ്ചിഫറ, തിന്ന അണ്ണാൻ അണ്ണാക്കാർഡേഷ്യ ഫാമിലി. ഓർഡർ സാഡ്, മാങ്ങ തിന്ന അണ്ണാൻ സാഡ്, ഡൈക്കോട്ടിലിഡനെ, സാഡ് ആയി, ആൻജിയോസ്പെർം. പിന്നെ പ്ലാന്റിലാണല്ലോ വരുന്നത്. ഓക്കെ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫൈലോ ജെനറ്റിക് റിലേഷൻഷിപ്പ്, ഫൈലോജനിക്കുള്ളിൽ കൂടി ഇൻക്ലൂഡഡ് ആണ് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. നമ്മൾ ക്വസ്റ്റ്യനിലൂടെ പോകുമ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ജീവികളെ? ടാക്സോണമി, ഇങ്ങനെ ജീവികളെ ഇങ്ങനെ ക്ലാസ് ഒക്കെ ആക്കി തിരിക്കുന്നത്. സോ ഇറ്റ്സ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് അൺനോൺ സ്പീഷ്യസ്. നമുക്ക് കണ്ടുപിടിക്കപ്പെടാത്ത, അറിയാത്ത ജീവികളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടാക്സോണമി, സ്പീഷീസ്. ഓരോ കാറ്റഗറി, ജീനസ്, സ്പീഷ്യസ്, ഓർഡർ, ഇതൊക്കെ എന്താണ്? ഒരു ടാക്സോൺ ആണ്. ഗൊറില്ല, ചിമ്പാൻസി, മങ്കി, ഇതിന്റെ എല്ലാ ഓർഡർ ഏതാണ്? പ്രൈമേറ്റ എന്ന് പറയുന്ന പ്രൈമേറ്റ്സിൽ വരുന്ന ജീവികളാണ്. ഫ്രെയിംവർക്ക് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ വിച്ച് വേരിയസ് ടാക്സോണമിക് കാറ്റഗറീസ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ലോജിക്കൽ സീക്വൻസ്. നമ്മൾ പറഞ്ഞു ഓരോ ടാക്സുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ ഹൈറാർക്കി എന്നാണ് പറയുക. അപ്പൊ ഹൈറാർക്കിയിലെ ബേസിക് യൂണിറ്റ് ആണ് നമ്മുടെ സ്പീഷീസ്. ഓർഡറിന്റെ സഫിക്സ് എയിൽസ്, ഓർഡർ പോളിമോണിയൽസ്, പോയൽസ്, അങ്ങനെ എയിൽസ് ആയിട്ടാണ് ഇതിന്റെ സഫിക്സ് വരുന്നത്.
സോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓടിച്ചു പോയി. നിങ്ങളൊന്ന് ഇതിലൂടെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് മൈൻഡിൽ എന്നും നിൽക്കുന്ന രീതിയിൽ ഇംപ്രിന്റഡ് ആവും. സോ മൂവ് ഓൺ, ബി കോൺഫിഡൻറ്റ്, ഓൾ ദ ബെസ്റ്റ്.